ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. അന്നേ ദിവസം തന്നെ ഞങ്ങൾക്ക് വേറൊരു വിശേഷം കൂടിയുണ്ട്. അതായത് ഞങ്ങളുടെ മകൻ്റെ പിറന്നാളും കൂടിയാണ്, അർണവിൻ്റെ. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ എറണാകുളത്തേക്കൊന്ന് പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, ചെറിയ രീതിയിൽ. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ, അധികം നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ സാറ്റർഡേ ആയിരുന്നല്ലോ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ അന്ന് ഞങ്ങൾ രാവിലെ പുറപ്പെട്ടു. ഉച്ചയ്ക്കാകുമ്പോഴേക്കും നമ്മൾ അവിടെ പെങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, റെസ്റ്റോറൻറ്റ്. അവിടേക്കാണ് ഞങ്ങൾ പോയത്. ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ. തൊട്ടടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒബ്രോ മാളിലേക്ക് പോയി. അർണവിന് ഗെയിം കളിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ ഒബ്രോ മാളിലേക്ക് പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ കുഞ്ഞു കുട്ടികൾക്കുള്ള ഗെയിംസേ ഉണ്ടായിരുന്നുള്ളൂ. ഇവനാണെങ്കിൽ മോളിലുള്ള മറ്റ് ഗെയിമുകളുണ്ടല്ലോ, അവിടെ ആ ഗെയിം കളിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഒബ്രോ മാളിൽ അതുണ്ടായിരുന്നില്ല. പിന്നെ ലുലു മാളിലേക്ക് പോകാമെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി പോകാനുണ്ടല്ലോ. പിന്നെ അവിടെ വെച്ച് അവന് അത് വേണ്ട, അവന് കുറച്ച് കണ്ടീഷൻസൊക്കെ വെച്ചു. അപ്പോൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. അപ്പോൾ അത് പോരുന്നിടയിൽ ഞങ്ങൾ വേറൊരു ഹോട്ടലൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, അതായിരുന്നു നേരത്തെ കാണിച്ചത്. അപ്പോൾ അവിടെയൊന്നും ജസ്റ്റ് ഒന്ന് കയറി വീട്ടിലേക്ക് എത്തി കേട്ടോ. ഇനിയിപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മാളിൽ നിന്ന് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ അവന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവന് താല്പര്യമുള്ള കുറച്ച് ഗിഫ്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതാ കേക്ക് കട്ടിങ് ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അർണവ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തു കേട്ടോ. ഞങ്ങൾ പിറ്റേ ദിവസം പോകുന്നത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ അന്ന് തന്നെ പോരണോ വേണ്ടിയൊന്നും ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അർണവിന് ഭയങ്കര നിർബന്ധം അവിടെ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പിറ്റേ ദിവസമാണ് വൈകിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇത് പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയാണ്. അവിടെ ഇവരുടെ അടുത്ത് തന്നെ മെട്രോയുടെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മെട്രോ ഇവരുടെ ആ ഭാഗത്തോടെ പോകുന്നുണ്ട്, അതിൻ്റെ വർക്ക് കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അന്ന് അത്തമായിരുന്നു. അപ്പോൾ അത്തത്തിൻ്റെ അന്ന് രാവിലെ പൂക്കളവും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്തത്. പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ച് വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 4 മണി 4:30 ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കുട്ടി ബർത്ത്ഡേ വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് അത്തത്തിൻ്റെ ഒരുക്കങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു എന്താ പറയുക വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നല്ല നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.